ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് വീടോ ലോഡ്ജോ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ ഫ്ലാറ്റുകളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത എഞ്ചിനീയർ ആയിരിക്കാം, അതിൻ്റെ പ്രൊജക്ട് മാനേജർ ആയിരിക്കാം, നിങ്ങളായിരിക്കാം അതിൻ്റെ ഓണർ, ഉടമസ്ഥർ നിങ്ങളായിരിക്കാം അവിടെ താമസിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും എന്തൊക്കെ പേപ്പേഴ്സുകൾ, എന്തൊക്കെ ഫയലുകൾ സ്വീകരിച്ച് വെക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് എഞ്ചിനീയേഴ്സ് മെൻറ്റർ എന്ന ഈ ചാനൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ഫയൽ എടുത്ത് വെക്കണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആധാരം, മുന്നാധാരം, അതായത് പ്രയർ ഡീഡ്, സെയിൽസ് ഡീഡ്, മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് പോക്ക് വരവ് ചെയ്യുക എന്ന് പറയും. പോക്ക് വരവ് ചെയ്ത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള, നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രജിസ്റ്റർ, അതിൻ്റെ രേഖ, ലാൻഡ് ടാക്സ് റെസീറ്റ്, നികുതി അടച്ചതിൻ്റെ റെസീറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അതായത് ഈ സ്വത്തിൻ്റെ മേലിൽ ഈ സ്ഥലത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും നിലവിലില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവകാശ രേഖ എന്ന് പറയും. ഇത്രയാണ് സ്ഥലത്തിൻ്റെതായ രേഖകൾ, സ്വത്തിൻ്റെതായ രേഖകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലെടുത്തിരിക്കുന്ന ബിൽഡിംഗ് എടുക്കുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ്, ഒറിജിനൽ ബിൽഡിംഗ് പെർമിറ്റ് ആൻഡ് പ്ലാൻ അപ്രൂവ് ചെയ്ത് പ്രാദേശിക പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്ന് അപ്രൂവ് ചെയ്ത ബിൽഡിങ്ങിൻ്റെ പ്ലാൻ, അതിൻ്റെ ഡീറ്റെയിൽ. അതിനുശേഷം ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും, അതായത് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ വന്ന് സർട്ടിഫൈ ചെയ്ത ഡോക്യുമെൻറ്റ്. ഇതിനുശേഷം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നിങ്ങളുടെ പേരിലാണ്, വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ നിങ്ങളുടെ പേരിലാണ്, ഗ്യാസ് കണക്ഷൻ, ഇതൊക്കെ നിങ്ങളുടെ പേരിലാണ് എന്നുള്ള രേഖകളും കൃത്യമായിട്ട് ഫയലിൽ സൂക്ഷിച്ചു വെക്കുക. ഇതൊക്കെ പിന്നീട് കുറേ കാലം കഴിയുമ്പോഴാണ് പലപ്പോഴും ആവശ്യം വരിക. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ പിന്നീട് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഫ്ലാറ്റ് വാങ്ങിക്കുന്ന സമയത്തും ഇതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെയിൽസ് ഡീഡ്, പൊസഷൻ ലെറ്റർ, അലോട്ട്മെൻറ്റ് ലെറ്റർ. അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഫ്ലാറ്റിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കാർ പാർക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തരുന്ന ലെറ്ററിനാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് അപ്രൂവൽ പ്ലാൻ, കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ അംഗീകരിച്ച പ്ലാനാണ് ബിൽഡിംഗ് അപ്രൂവൽ പ്ലാൻ, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, മറ്റ് ബിൽഡറും ബയറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പികൾ, പേയ്മെൻറ്റ് കൊടുത്ത റെസീറ്റുകൾ, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലാറ്റ് വാങ്ങുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് വേണ്ടിയുള്ള വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ എടുക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം, നിങ്ങൾ വാങ്ങിച്ചു വെക്കണം എന്നുള്ള ഡീറ്റെയിൽ ആണ്. ഇനി പറയാൻ പോകുന്നത് അല്പം കൂടെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതും ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എങ്കിലും ഇവിടെ ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല ഉടമസ്ഥർ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കാം, നിങ്ങളായിരിക്കാം അത് ഡോക്യുമെൻറ്റ് റിസീവ് ചെയ്യേണ്ട ഒരാൾ. ഉദാഹരണത്തിന് നിങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ CEO ആയിരിക്കാം, MD ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ ഒരു ഹോസ്പിറ്റലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളായിരിക്കാം ആ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട്, നിങ്ങളായിരിക്കാം ആ സമയത്ത് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളായിരിക്കാം അതിൻ്റെ ചാർജുള്ള ഒരാൾ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഫയലുകൾ നിങ്ങൾ റിസീവ് ചെയ്യണം, എന്തൊക്കെ പ്രോപ്പറായി ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ റിസീവ് ചെയ്യണം, കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഫയലുകൾ നിങ്ങൾ റിസീവ് ചെയ്ത് ഫയൽ ചെയ്ത് ഭാവിയിലേക്ക് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത 2-3 സ്ലൈഡിൽ പറയുന്നത്. കാണുക. ഇത് നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിന് ഉപകരിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ ടീം ഓഫ് അംഗങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ സമയത്ത് ആ ഡോക്യുമെൻ്റ് റിസീവ് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ നാളെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുക, അല്ലെങ്കിൽ നാളെ നിങ്ങൾ വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയലുകളൊക്കെ, ഈ ഡോക്യുമെൻറ്റുകളൊക്കെയും റിസീവ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയണമെന്നില്ല, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊരു പ്രത്യേക രജിസ്റ്ററിൽ എഴുതി വെച്ച് ഈ ഡോക്യുമെൻ്റൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് പലപ്പോഴും പലതും ഡോക്യുമെൻറ്റും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രോജക്റ്റ് ഹാൻഡിങ് ഓവർ ഫയൽ അല്ലെങ്കിൽ ടേക്കിംഗ് ഓവർ ഡോക്യുമെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്ന ലിസ്റ്റിലുള്ളത്. ഇത് ഹാൻഡിങ് ഓവർ ചെയ്യുന്നത് കോൺട്രാക്ടർ വർക്ക് എടുത്തവരോ അല്ലെങ്കിൽ ഇത് പ്രോജക്റ്റ് ചെയ്ത ടീമാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് പ്രോജക്റ്റ് തീർന്നതോട് കൂടിയിട്ട്. എന്നാൽ ടേക്ക് ഓവർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ക്ലയൻറ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻ്റ്, ആ പ്രോജക്റ്റിൻ്റെ എൻഡ് യൂസർ ആരാണോ അവരാണ് ഇത് പ്രോപ്പറായിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ടത്. രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ് വായിച്ചു നോക്കുക. ഇത് മനസ്സിലാക്കി ഡോക്യുമെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുക. ഏകദേശം 25-30 ഡോക്യുമെൻറ്റ് നമുക്ക് ഇങ്ങനെ റിസീവ് ചെയ്യാൻ ആസ് എ പാർട്ട് ഓഫ് ഒരു മേജർ പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ടുണ്ടാവും. ഇതെല്ലാ പ്രോജക്റ്റിലും ഇത് തന്നെ ആവണമെന്നില്ല, എന്നാൽ ജനറലി ഇത് തന്നെയാണ് എല്ലാ പ്രോജക്റ്റിലും ഫയൽസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. ഈ ഹാൻഡിങ് ഓവർ ടേക്കിംഗ് ഓവർ ലിസ്റ്റ് ഇത്രയും വിശദമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം പലപ്പോഴും ടേക്ക് ഓവർ ചെയ്യുന്ന ക്ലയൻറ്റിന് എന്തൊക്കെ ഫയലാണ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും ധാരണയില്ലാതായിട്ട് കാണാറുണ്ട്. ഹാൻഡ് ഓവർ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയേഴ്സും ആ ജോലി തീർത്ത് അവർ അടുത്ത പ്രോജക്റ്റിലേക്ക് നീങ്ങുകയാണ് സാധാരണ ഇതിൽ ചെയ്യാറ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് വെച്ച് കൃത്യമായിട്ട് ടേക്ക് ഓവർ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്.
പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം കേരളത്തിലെ പല പ്രോജക്റ്റുകളും എടുത്തിരിക്കുന്ന ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലുള്ള മേജർ കമ്പനികളാണ്. അല്ലെങ്കിൽ നോർത്ത് കേരളയിലെ പ്രോജക്റ്റ് സൗത്തിലുള്ള കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്ത് അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്യുമെൻ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. മെയിൻലി സർവീസസിൻ്റെ കാര്യമാണ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, സ്യൂറേജ് ഇതുപോലെയുള്ള ഡ്രോയിങ്ങുകൾ, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് വാറണ്ടി ഉള്ളത്, ഇതുപോലെ കൃത്യമായ ഡീറ്റെയിൽ സേവ് ചെയ്ത് വെച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് റിസീവ് ചെയ്തില്ലെങ്കിൽ, ടേക്ക് ഓവർ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ പെട്ടെന്ന് തന്നെ പലതരം ബുദ്ധിമുട്ടുകളും ക്ലയൻറ്റ് അനുഭവിക്കാറുണ്ട്. ഫയലിൻ്റെ ലിസ്റ്റ് കണ്ടെന്ന് വിചാരിക്കുന്നു. വാറണ്ടി സർട്ടിഫിക്കറ്റ്, ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻ്റ് ആണ്. AMC റെക്കമെൻഡേഷൻ, എന്തൊക്കെ AMC കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങൾ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ചെയ്ത് ഏതൊക്കെ പ്രോഡക്റ്റിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ക്ലിയറൻസ്, ഇതിങ്ങനെ തുടങ്ങി എല്ലാ ഫയലുകളും ടേക്ക് ഓവർ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം. MEP റിലേറ്റഡ് ഐറ്റംസ് ആണ് മേജറായിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ട വേറൊരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്. MEP എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ELV സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടെലിഫോൺ, ഡാറ്റ, TV തുടങ്ങിയ ഫയലുകളൊക്കെ ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ടെസ്റ്റിംഗ് നടത്തി, എന്തൊക്കെ എക്യുപ്മെൻ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ വാറണ്ടി കണ്ടീഷൻ എന്താണ്, എക്യുപ്മെൻ്റ് സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻ്റ് തന്നെ പ്രത്യേകിച്ച് ടേക്ക് ഓവർ ചെയ്യണം. കൂടാതെ ട്രെയിനിങ്, എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുത്തു. ഫയർ അലാം സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ്, CCTVയുടെ ട്രെയിനിങ്, ഇതൊക്കെ എല്ലാ സ്റ്റാഫിനും കിട്ടി എന്നുള്ള ഡോക്യുമെൻ്റൊക്കെ ഫയൽ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേക കാര്യം കണ്ടിട്ടുള്ളത്, പലപ്പോഴും ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ ഉള്ള പ്രോഡക്റ്റിന് പോലും അതിൻ്റെ വാറണ്ടി ടൈമിൽ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഡിഫക്റ്റ് ലയബിലിറ്റി ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. കാരണം പ്രോഡക്റ്റിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ അതിൻ്റെ സപ്ലയേഴ്സ് അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ ചെയ്യുള്ളൂ. മെയിൻ്റനൻസ് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പലപ്പോഴും വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ പല പ്രോജക്റ്റിലും കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ എഴുതി എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഉപകാരപ്രദമാകും എന്നുള്ളത് അറിയിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് ചാവി തരുന്നതോടുകൂടി തന്നെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടർ വർക്ക് അവസാനിപ്പിക്കുകയും അവരുടെ ഭാഗം കഴിഞ്ഞു, അവരുടെ പാർട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയിട്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഈ ഫയലും ഈ ഡോക്യുമെൻറ്റും തരുന്നതോടുകൂടി മാത്രമേ നിങ്ങളുടെ കോൺട്രാക്റ്റ് അവസാനിക്കുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഇനിഷ്യലി തന്നെ നിങ്ങളുടെ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് എഴുതി ചേർക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുക എന്നും. ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അറിയിക്കുക. ബൈ ബൈ, വീണ്ടും കാണാം.